നമസ്കാരം. കൗണ്ടർ പീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വേൾഡ് കപ്പ് സീരീസ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസീൽ മൊറോക്കോ മാച്ചിനെ കുറിച്ചിട്ടാണ്. വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു മാച്ചിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. കാരണം ഓൺ ദ പേപ്പർ രണ്ട് ടീമും നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ടീമുകളാണ്. ലോക റാങ്കിങ്ങിൽ മുൻപന്തിയിൽ വരുന്ന ടീമുകളാണ് മൊറോക്കോ ആയാലും ബ്രസീൽ ആയാലും. നമുക്ക് വേൾഡ് കപ്പിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ എടുത്തറിഞ്ഞാൽ കാണാം, ഒരുപാട് ആരാധകരുള്ളൊരു ടീമാണ് ബ്രസീൽ, അർജന്റീന എന്നൊക്കെ പറയുന്നത്. സോ ബ്രസീലിന്റെ മാച്ച് കാണാനും അനലൈസ് ചെയ്യാനായിട്ടും എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അതിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കടക്കാം. മത്സരം കിക്ക് ഓഫിൽ തുടങ്ങുന്നത് തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് കൊണ്ട് തന്നെയാണ്. കുറച്ചെന്നേ ഞാൻ പറയുള്ളൂ, കാരണം പി സി യിലൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണത്. കിക്ക് ഓഫ് ലോങ് പോകുന്നു, ഓപ്പോസിഷന് ഒരു ത്രോയിൻ കൊടുക്കുന്നു, അവരുടേതായ ഡിഫെൻസീവ് തേർഡിലേക്ക് അവരെ പുഷ് ചെയ്തിട്ട് ഹൈ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയിൽ പ്രസ് ചെയ്യുന്നു. അവിടെ നിന്ന് വരുന്ന ടേൺ ഓവറിൽ നിന്നാണ് പിന്നീട് പ്ലേ പ്രോഗ്രസ് ചെയ്യുന്നത്. ഇതേ ഒരു സംഭവം നമ്മൾ പി എച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ മൊറോക്കോ അത് കോപ്പി ചെയ്തിട്ട് അവരും ആ ഒരു സ്ട്രാറ്റജി ഉൾപ്പെടുത്തുകയാണ്. നമുക്ക് ബ്രസീലിൻ്റെ ഇൻ പൊസിഷൻ നോക്കി തന്നെ തുടങ്ങാം. ഓൺ പേപ്പറിൽ പെക്വറ്റനെ ഒരു നമ്പർ 10 ആയിട്ട് ബ്രസീൽ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഷേപ്പിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു കാര്യങ്ങൾ. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വിനീഷ്യസ് സ്റ്റാർട്ട് ചെയ്യുകയും റഫീന ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസ് ചാനൽ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ലോളിൽ വരികയും പെക്വറ്റനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും ഡിപ്ലോയ് ചെയ്യുകയാണ് ആൻസെലോട്ടി ചെയ്തത്. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ബ്രസീലിന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഇൻ പൊസിഷനിൽ ഒരു മിഡ്ഫീൽഡ് ഓവർലോഡ് നേടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു ആൻസെലോട്ടിയുടെ ലക്ഷ്യം. ഇതിനായി തന്നെ പെക്വറ്റനെ റൈറ്റ് ഹാൻഡ് ചാനലിൽ നിന്നിട്ട് ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് അവിടെ മിഡ്ഫീൽഡിൽ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബ്രസീൽ ശ്രമിച്ചു. ഒരു 4-4-ഇരിക്കുന്ന മൊറോക്കോയ്ക്കെതിരെ ടാക്ടിക്കലി ഇത് ഡിപ്ലോയ് ചെയ്യുമ്പോൾ വർക്കൗട്ട് ആവുമെങ്കിലും പ്ലെയർ പ്രൊഫൈൽസ് അതിനനുസരിച്ച് പെരുമാറിയാൽ മാത്രമേ ഏതൊരു സ്ട്രാറ്റജിയും വർക്കൗട്ട് ആവുള്ളൂ. ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടും ബ്രസീൽ പലതവണ ചീപ്പായിട്ട് ഡിസ്പോസസ് ആവുന്നത് നമ്മൾ കണ്ടു. പെക്വറ്റയൊക്കെ ഓൺ ദ ബോൾ ടെക്നിക്കലൊക്കെ വളരെ മോശമായിരുന്നു എന്നല്ല, പ്രത്യേകിച്ച് ആ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ. അതിനാൽ തന്നെ അവിടെ നിന്ന് ഒരുപാട് ടേൺ ഓവേഴ്സും ഡേഞ്ചറസ് ആയിട്ടുള്ള കൗണ്ടർ അറ്റാക്സും ഒക്കെ മൊറോക്കോയ്ക്ക് ബ്രസീലിനെതിരെ കൊടുക്കാനായിട്ട് ആദ്യ 20 മിനിറ്റിൽ സാധിച്ചു. ഇതിനാൽ തന്നെ ഒരുപാട് ഷോട്ട്സ് മൊറോക്കോ ഫസ്റ്റ് ഹാഫിൽ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. ബ്രസീലിനൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ചാൻസ് ഫസ്റ്റ് ഹാഫിൽ ലഭിക്കുകയുണ്ടായിരുന്നു. തിയാഗോ അത് മിസ് ചെയ്യുകയും ചെയ്തു ഹെഡർ. പക്ഷേ ആ ഒരു ചാൻസ് വരുന്നത് തന്നെ ഈ പെക്വറ്റ വന്നിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വന്നിട്ട് റിസീവ് ചെയ്തിട്ട് അവിടെ നിന്ന് ലൈൻസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള പാസ് കൊടുത്തിട്ടാണ്. അവിടെ ഹാഫ് സ്പേസ് ചാനലിൽ റഫീന അത് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് വിനീഷ്യസിലേക്ക് പോയിട്ടാണ് അവിടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് വിനീഷ്യസ് ആ ഒരു ക്രോസ് കൊടുക്കുന്നത്. അത് കൺവേർട്ട് ചെയ്യണമായിരുന്നു. ഫുട്ബോളാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രില്യൻ്റ് ആയിട്ടുള്ള ചാൻസ് ആയിരുന്നു, ഫ്രീ ആയിട്ടുള്ള ഹെഡർ ആയിരുന്നു. അത് കൺവേർട്ട് ചെയ്യാനായിട്ട് ബ്രസീലിന് സാധിച്ചില്ല. പെക്വറ്റനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിപ്ലോയ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിരുന്നു പറഞ്ഞു. ബ്രസീലിൻ്റെ സ്ട്രക്ചറൽ പ്ലാൻ അനുസരിച്ചിട്ട് ആ ഒരു സ്പേസ് കവറപ്പ് ചെയ്യുന്നത് ഫുൾ ബാക്ക് ആയിട്ടാണ് ആൻസെലോട്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇബായനസിനെ കൊണ്ട് യാതൊരു വിധത്തിലുള്ള, അതായത് ബ്രസീലിൻ്റെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഇബായനസിനെ കൊണ്ട് യാതൊരുവിധ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസും നടത്താനായിട്ട് ഇന്നലെ സാധിച്ചിരുന്നില്ല. നാച്ചുറലായിട്ട് വിടുത്തില്ലാത്തത് ഒരുപാട് പ്രശ്നങ്ങൾ ബ്രസീലിനുണ്ടാക്കി. മൊറോക്കോയ്ക്കാകട്ടെ ഇത് സെൻട്രൽ ആയിട്ടുള്ള ഓവർലോഡ്സ് ബ്രസീൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ചാനലിൽ റഫീന ആയാലും വിനീഷ്യസ് ആയാലും അവിടെ കോമ്പിനേഷൻസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോഴും വളരെ എളുപ്പത്തിൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് മൊറോക്കോയ്ക്ക് സാധിച്ചു. ഇതെന്തുകൊണ്ടോ? കാരണം സ്വിച്ച് ഓഫ് പ്ലേസ് നടന്നാലും നാച്ചുറൽ ആയിട്ടുള്ള വിത്തില്ല. ഈ പാനസിനെ കൊണ്ടുവച്ചിട്ട് അവിടെ 1v1s എടുത്തിട്ട് അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്രോസസ് ഡെലിവർ ചെയ്യാനായിട്ട് യാതൊരു വിധത്തിലും നല്ല സാധിച്ചിരുന്നില്ല. പെക്വറ്റ ആവട്ടെ ഈ വിഡ്ത്ത് ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ ലെസ് എഫക്റ്റീവുമായിട്ട് കൂടുതലും ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആയിട്ട് അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് വിങ്ങർ ആയിട്ട് കളിക്കുമ്പോഴാണ് കുറച്ചുകൂടെ പെക്വറ്റ എഫക്റ്റീവ് ആവുന്നത്. ഇത് എഫക്റ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള ഫുൾ ബാക്ക് നമുക്ക് വേണം. പക്ഷേ ഈ രണ്ടൊരു കോമ്പിനേഷൻസ് ബ്രസീലിൽ നിന്നല്ല യാതൊരു വിധത്തിലും ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റിയില്ല. പ്രത്യേകിച്ച് അവർ ലിങ്ക് ചെയ്യുന്ന കാര്യത്തിലും ഒരുപാട് മോശമായിരുന്നു. പെക്വറ്റയ്ക്കായാലും ഈ പറയുന്ന ഡിസ്പോസ്ഡ് ആവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഗോൾ സംഭവിക്കുന്നതും. അവർ തമ്മിലുള്ള ലിങ്കപ്പ് അവിടെ ഒരു പ്ലേ പ്രോഗ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവിടെ നിന്ന് വരുന്ന ടേൺ ഓവറിൽ നിന്നിട്ടാണ് ബ്രഹീം ഡിയാസിന് അവിടെ പാസ് പോകുന്നത്. പിന്നീട് ബ്രഹീം കൊടുത്തിട്ടുള്ള കിട്ടിലനായിട്ടുള്ള ത്രൂ ബോളിൽ നിന്നിട്ടാണ് മൊറോക്കോ അവിടെ ലീഡ് എടുക്കുന്നുണ്ട്. മൊറോക്കോ അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹക്കീമി ആയാലും ബ്രഹീം ഡിയാസ് ആയാലും ഇന്നലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവർ അറ്റാക്സ് എല്ലാം, ഒരു ഒട്ടുമിക്ക അറ്റാക്സ് അവർ അഴിച്ചു വിട്ടിരുന്നത് അവരുടെ ഈ പറയുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നിട്ട് തന്നെയായിരുന്നു. മൊറോക്കോ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് വളരെ സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്രസീലിൻ്റെ വിങ്ങേഴ്സ് ട്രാക്ക് ബാക്ക് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുകയായിരുന്നു. ഇത് ട്രാക്ക് ബാക്ക് ചെയ്തില്ലെങ്കിൽ ഈ മിഡ്ഫീൽഡേഴ്സ് ഇതിനു വേണ്ടി കവർ ചെയ്യുകയും സ്വിച്ച് ഓഫ് പ്ലേസ് വളരെ എഫക്റ്റീവ് ആവുകയും ചെയ്തു. ഇതിൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. വീണ്ടും ഞാൻ ആ പെക്വറ്റയിലേക്കാണ് വരുന്നത്. പെക്വറ്റനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിപ്ലോയ് ചെയ്തപ്പോൾ മിഡ്ഫീൽഡറായിട്ട് വരുന്ന പൊസിഷൻസ് കവർ ചെയ്യാനായിട്ട് പെക്വറ്റ ഫോഴ്സ്ഡ് ആയിരുന്നു. ഇത് പ്രോബ്ലംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ അറ്റാക്സിൽ ബ്രസീലിന് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റിയിരുന്നില്ല. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നിട്ട് പെക്വറ്റ നേരെ സെൻട്രൽ ആയിട്ടുള്ള സോണിലേക്ക് വരുന്നു. പിന്നീട് ട്രാൻസിഷൻസ് റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ നടക്കുമായിരുന്നു. നല്ലൊരു ഫുൾ ബാക്ക് അപ്പ് ആൻഡ് ഡൗൺ പോകാനായിട്ടുള്ള ഫുൾ ബാക്ക് ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു പ്ലെയർ പ്രൊഫൈൽ അല്ല ഈ പാനസ് എന്നുള്ളത്. സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ഫുൾ ബാക്ക് ആക്കിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. കൂടുതലും സെൻറ്റർ ബാക്ക് എന്ന പൊസിഷനിലാണ് അദ്ദേഹം തൻ്റെ കരിയറിലെ മാച്ചസ് കളിച്ചിട്ടുള്ളത്.
ഇതുകൊണ്ട് തന്നെ ബ്രസീലിന് കൗണ്ടർ അറ്റാക്സ് എല്ലാം ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ നടത്തേണ്ടി വന്നു. ഇത് പെട്ടെന്ന് കൗണ്ടർ പ്രസ് ചെയ്തുകൊണ്ടിട്ട് മൊറോക്കോയ്ക്ക് പൊസഷൻസ് ടേൺ ഓവർ എടുക്കാനായിട്ട് അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചു. മൊറോക്കോ ആയിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. ഷോട്ട്സ് എടുക്കാനും ത്രൂ ബോൾസ് കൊടുക്കാനും അവിടെ നിന്ന് ലിങ്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ നല്ല രീതിക്ക് ഇന്നലെ പ്രകടനം കാഴ്ചവെച്ചു. പ്ലസ് ഇവർ സ്വിച്ച് ഓഫ് പ്ലേസ് നടത്തിയാലും അത് ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷൻസിൽ കൊണ്ടു നിർത്താനായിട്ട് ഇവർക്കത് സാധിച്ചു. പക്കറ്റൊക്കെ ലോങ് ഡിസ്റ്റൻസ് അതുകൊണ്ട് തന്നെ കവർ ചെയ്യേണ്ടി വന്നു ഈ പറയുന്ന സ്വിച്ച് ഓഫ് പ്ലേസ് നടക്കുമ്പോൾ. അതിനുപരി എന്നെ എക്സൈറ്റ് ചെയ്യിച്ചൊരു കാര്യമാണ് മൊറോക്കോ വളരെ ബ്രേവ് ആയിരുന്നു. 1v1 പോകാനായാലും ഈ പറയുന്ന ഇൻഡിവിജ്വൽ സുപ്പീരിയോറിറ്റി അവർക്ക് പല സാഹചര്യങ്ങളിലും ഇന്നലെ കണ്ടു. ഈ പറയുന്ന സുപ്പീരിയോറിറ്റി കൊണ്ട് പല ചാൻസസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് മൊറോക്കോയ്ക്ക് സാധിച്ചു. ബ്രസീലും സ്കോർ ചെയ്തിട്ടുള്ള ഗോള് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സുപ്പീരിയോറിറ്റി കൊണ്ട് തന്നെയാണ്. എന്നാൽ അതിലേക്ക് വരുന്നതിന് മുന്നേ ഞാനിത് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഹൈ ടെമ്പോ ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ഫുട്ബോൾ ആയിരിക്കില്ല ബ്രസീൽ കളിക്കുന്നത് എന്ന് നമുക്കൊരു സൂചന കിട്ടുന്ന മത്സരമായിരുന്നു ബ്രസീൽ മൊറോക്കോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഓഫ് ദ ബോൾ ഞാൻ പറയുന്നത് ഹൈ പ്രസ്സിങ് ആയിട്ടുള്ള ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ടീമിനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുമില്ല ആൻസിലോട്ടിയുടെ കീഴിൽ നിന്നിട്ട്. പക്ഷേ ഇന്നലെ ഒരുപാട് സാഹചര്യങ്ങളിൽ മൊറോക്കോയ്ക്ക് ഈസി ആയിട്ട് പ്ലേ ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ആ ഒരു പ്രസ്സിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി ഇല്ലായ്മയും കണക്ഷൻ ഇല്ലായ്മയും ഒരു 3v2 അറ്റ് ദ ഫ്രണ്ട് എന്നുള്ള രീതിക്ക് വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യാൻ പറ്റാത്തൊക്കെ സാഹചര്യങ്ങൾ എന്നാലും ബ്രസീലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ മൊറോക്കോ മൊമെൻറ്റം പിടിച്ചു പോകുമ്പോൾ ആൻസലോട്ടി തൻ്റെ ബ്രില്യൻസ് പുറത്തെടുക്കുകയാണ്. ചേഞ്ചസ് വരുത്താണ്, പൊസിഷണലി ചേഞ്ചസ് വരുത്താണ്. നേരെ എന്താ ചെയ്യുന്നത്, റഫീനിനെ പിടിച്ചിട്ട് റൈറ്റ് ഫ്ലാങ്കിലേക്ക് ഇടുന്നു. പക്കറ്റ് ആകട്ടെ ലെഫ്റ്റ് ഹാഫ് സ്പേസ് ചാനൽ അല്ലെങ്കിൽ റഫീനെ ആ ഒരു ഫ്ലോട്ടിംഗ് റോൾ കൊടുത്തിരുന്ന പോലെ പക്കറ്റനെ അവിടെ ഡിപ്ലോയ് ചെയ്യുന്നു. ഇത് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്ന്, പ്രസ്സിങ്ങിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടുതൽ എനർജറ്റിക് ആയിട്ട് ട്രാക്ക് ബാക്കുകൾ കാര്യങ്ങൾ ചെയ്യാനും കൗണ്ടർ പ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് റഫീനയ്ക്ക് സാധിച്ചു. ഇതുകൊണ്ട് തന്നെ സ്വിച്ച് ഓഫ് പ്ലേസ് ലെസ് ഡേഞ്ചറസ് ആയി കുറച്ചും കൂടി ഒരു ബാലൻസ് കിട്ടാനായിട്ട് ബ്രസീലിന് സാധിച്ചു. രണ്ടാമത്തെ കാര്യം, ലെസ് എഫക്റ്റീവ് ആയിരുന്ന പക്കറ്റ റൈറ്റ് ഫ്ലാങ്കിൽ വിട്ടുകൊടുത്തിരുന്ന പക്കറ്റ ഇൻറ്റീരിയർ സ്പേസസിലേക്ക് വരുമ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആവാൻ തുടങ്ങി. ഇതോടൊപ്പം തന്നെ നാച്ചുറൽ വിഡ്ത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്ന ബ്രസീലിന് ഇത്രയും നേരം റഫീനെ നാച്ചുറൽ വിഡ്ത്ത് കൊടുത്തപ്പോൾ കൂടുതലായിട്ട് ഫുൾ ബാക്സിന് ഇൻവോൾവ് ആവാനുള്ള ചാൻസസ് വന്നു. പക്ഷെ അതൊന്നും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ബ്രസീലിന് പറ്റിയില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഈ പറഞ്ഞ പോലെ ബ്രസീലിനുണ്ടായിരുന്നു, ഓൺ ദ ബോളും ഓഫ് ദ ബോളും. ബ്രസീലിൻ്റെ ആദ്യത്തെ ഗോൾ വരുന്നതും അങ്ങനെയാണ്. പെക്വറ്റ കൊടുക്കുന്ന പാസിലൂടെയാണ് ആ ഒരു മൂവ് പ്രോഗ്രസ് ചെയ്യുന്നത്. വിനീഷ്യസ് അവിടെ വന്നിട്ട് പിന്നെ ബ്രൂണോ ആയിട്ട് അവിടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഗോൾ സംഭവിക്കുന്നതെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബ്രില്യൻസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തിയതിൻ്റെ ഗുണങ്ങൾ ആ ഗോളിന് പിന്നിലുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ഒരുപാട് പൊസിഷണൽ ഫ്ലൂയിഡിറ്റിയും വന്നിട്ടോ. കുറച്ചും കൂടെയും രസകരമായിട്ട് അവിടെ ബോൾ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റി. കമ്പൈൻ ചെയ്യാനായിട്ട് അവിടെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പാസസ് കൊടുത്തിട്ട് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ബ്രസീലിന് സാധിച്ചു. പക്ഷേ ഫൈനൽ തേർഡിലെ എക്സിക്യൂഷനും അതിൽ കൺവേർഷനും ഒക്കെ ബ്രസീലിന് ഒരു പരാജയമായിട്ട് ഇന്നലെ മാറുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ വിഷയങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഫസ്റ്റ് ഹാഫിന് ശേഷം ചേഞ്ചസ് വന്നു. ഒന്നേന്നുള്ള ബ്രസീലിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു തിരിച്ചു വരും, ബ്രസീൽ കൂടുതലൊരു അറ്റാക്കിംഗ് നോമിലേക്ക് പോകുന്നൊക്കെ പ്രതീക്ഷയെങ്കിലും ഫസ്റ്റ് ഹാഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആൻസലോട്ടി ചേഞ്ചസ് വരുത്താണ്. കസമീറോ പുറത്തേക്ക് പോകുന്നു, ഈ പറഞ്ഞ പോലെ ഫുൾ ബാക്ക് പുറത്തേക്ക് പോകുന്നു, ഉള്ളിലേക്ക് വരുന്നു, ഡാനിലോ ഉള്ളിലേക്ക് വരുന്നു, ഫാബീനോ ഉള്ളിലേക്ക് വരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി എനിക്ക് ഇന്നലെ ഒരു ഫീൽ ചെയ്തൊരു കാര്യം, ബ്രസീലിന് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള പ്ലെയേഴ്സ് വളരെയധികം മിഡ്ഫീൽഡിൽ മിസ് ചെയ്യാൻ തോന്നി. റിസീവ് ചെയ്തിട്ട് ബോൾ പ്രോഗ്രഷൻസ് നടക്കാനും അവിടെ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലെയറിന് ഇന്നലെ ഉണ്ടായിരുന്നതിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയെന്ന് തോന്നി. പ്രത്യേകിച്ച് ഒരു നല്ല സ്ട്രൈക്കറുടെ അഭാവത്തിൽ വരുമ്പോൾ തിയാഗോക്ക് ഇന്നലെ വളരെ മോശമായിരുന്നു, കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കുഞ്ഞൊക്കെ വന്നെങ്കിലും ബ്രസീലിന് ആ ഒരു ലീഡ് എടുത്തുകൊണ്ട് വിജയത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് ഇന്നലെ സാധിച്ചില്ല. പക്ഷെ സമയം കൊടുക്കേണ്ടതുണ്ട്. ബ്രസീലാണ്, തിരിച്ചു വരണം. അത്രയും മനോഹരമായിട്ടുള്ള ഫുട്ബോൾ കാഴ്ചവെക്കുന്ന രാജ്യങ്ങളിലൊരു ടീമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. ബ്രസീൽ, അർജന്റീന, ജർമ്മനി, സ്പെയിൻ, നെതർലൻഡ്സ് ഒക്കെ നമ്മളുടെ പീക്ക് പോയിന്റിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഈ വേൾഡ് കപ്പിൻ്റെയും കൂടി ആവശ്യം. അതുകൊണ്ട് തന്നെ ഇനി വരുന്നുള്ള മത്സരങ്ങളിൽ എന്ത് ചേഞ്ചസ് ആയിരിക്കും വരാൻ നോക്കുക. ചിലപ്പോൾ ഫുൾ ബാക്കിൻ്റെ പൊസിഷനിൽ ചേഞ്ചസ് വന്നേക്കാം. മറ്റു സ്ട്രാറ്റജികൾ ചിലപ്പോൾ ആൻസലോട്ടി തയ്യാറാക്കിയേക്കാം. ആൻസലോട്ടിയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ചസ് ഇൻ ദ വേൾഡ് ആണ്. അത്രയും എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെ ഞാൻ കാത്തിരിക്കുകയാണ് ഇനി വരുന്നുള്ള മത്സരങ്ങൾ കാണാനും അനലൈസ് ചെയ്യാനൊക്കെ. അങ്ങനെ ഇതായിരുന്നു ഈ മാച്ചിൻ്റെ വിശേഷം. ഇനിയും മാച്ചസ് നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. വേൾഡ് കപ്പിൻ്റെ സീരീസാണ്. നമ്മൾ ഒട്ടുമിക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചസും അനലൈസ് ചെയ്യുന്നതായിരിക്കും. എല്ലാ രാജ്യങ്ങളിലും നമുക്ക് കവർ ചെയ്യാൻ ശ്രമിക്കാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.